പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, ചിലരൊക്കെ ചിലപ്പോൾ വാർത്ത കണ്ടിട്ടുണ്ടാകും. വയനാട് നിലവിലൊരു ഭൂകമ്പം ചെറിയ രീതിയിൽ രണ്ടാമതും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഭൂകമ്പമാണെന്നും അതല്ല ഭൂമിയുടെ അടിയിൽ ചില ശബ്ദങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. അല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൂർണ്ണമായ ഔദാര്യവും അവന്റെ റഹ്മത്തും ആ സമൂഹത്തിൽ ഇറക്കുമാറാകട്ടെ. അവരുടെ മനസ്സിലുള്ള ആ പേടിയും ഭയവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരു ദുരന്തം അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ആ ദുരന്തം മുഖത്തു നിന്ന് എവിടെയും അവർക്ക് പോയി മറയുവാനോ ഓടി ഒളിക്കുവാനോ കഴിയുകയില്ല. എവിടെയാണ് പോവുക? കാരണം ഒരു പൈസ എടുക്കാൻ അല്ലെങ്കിൽ ഒരു വണ്ടി കയറി പോകാൻ ഉള്ള ഒരു സമ്പാദ്യം പോലും അവരുടെ കയ്യിലില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തിൽ മാത്രം ഒതുക്കപ്പെട്ട ഒരു സമൂഹമായി അവർ മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ വേദനയുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ചില സന്തോഷങ്ങളുള്ള ചില നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, അത് മുസ്ലിമിൻ്റെതാണോ ഹിന്ദുവിൻ്റെതാണോ ക്രൈസ്തവൻ്റെതാണോ എന്നൊന്നും അറിയാതെ കൊണ്ടുവരപ്പെട്ട ചിന്നിച്ചിതറപ്പെട്ട ശരീരങ്ങൾ എല്ലാം തന്നെ സർവമത പ്രാർത്ഥനകൾക്ക് ശേഷം മറമാടപ്പെടുകയുണ്ടായി. ഒരു കേരള സമൂഹം എത്രത്തോളം ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ഒരു ദുരന്തത്തെ ഒറ്റക്കെട്ടായി എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവർക്ക് വേണ്ടി ഭാവിയിൽ വീടില്ലാത്തവരായി പോയവർക്ക് വേണ്ടി ഭവന നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഫണ്ടുകൾ ശേഖരിക്കുന്നുണ്ട്. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ സംഖ്യ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ അവർക്ക് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന വിഷയത്തിലായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ സഹോദരന്മാരാണ്. ഒരു ഇന്ത്യ രാജ്യക്കാരൻ എന്ന രീതിയിൽ, ഒരു കേരളീയൻ എന്ന രീതിയിൽ, മതത്തിനപ്പുറം നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളുടെ കൊച്ചനുജന്മാരും കൊച്ചനുജത്തിമാരും ഒക്കെയാണ് അവിടെ ഉള്ളത് എന്ന തിരിച്ചറിവോടുകൂടെ അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയണം. അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ, അത് നമ്മൾ ബക്കറ്റ് കളക്ഷനായി വരുന്നവരുണ്ടാകും, പല സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ മുമ്പിലൊക്കെ വരുമ്പോൾ അവരെയൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാൻ കഴിയണം. കാരണം അതിനോടൊപ്പം തന്നെ ഇതൊക്കെ കൃത്യമായി അവിടെ എത്തുമെന്നുള്ള ബോധ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നാൽ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ എത്രയാണ് മരണപ്പെട്ടത് എന്ന് പറയാൻ കഴിയാതിരിക്കുമ്പോഴും ഇവിടെയൊക്കെ നമുക്ക് അവരുടെ മരണത്തിൽ ദുഃഖവും വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പലപ്പോഴും സമൂഹം ഇതൊക്കെ മറന്ന് മറ്റു ചില വിഭാഗം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ നമുക്ക് വേദനയുണ്ടാകുന്നില്ല. അതിനൊരു മനുഷ്യത്വം എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യത്വം എന്നത് ഏതൊരു മനുഷ്യന് എവിടെ എന്ത് സംഭവിച്ചാലും ഇവന്റെ മനസ്സ് വേദനിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന് മനുഷ്യത്വം എന്ന് പറയുള്ളൂ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം, ഒരു സമൂഹത്തിന് മാത്രം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മനുഷ്യത്വം എന്നത് അവന് മനസ്സിൽ നിന്ന് തികട്ടി വരികയും, വേറൊരു സമൂഹത്തിന് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിന് സംഭവിക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകാതിരിക്കുന്നതെങ്കിൽ അതിന് മനുഷ്യത്വം എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയാം വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്നതായ ഇത്തരം വേദനാജനകമായ സംഭവങ്ങളിൽ നമുക്ക് മനുഷ്യത്വം ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ
ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവിടെയും നമുക്ക് ഈ മനുഷ്യത്വം ഉണ്ടാകേണ്ടതുണ്ട്, അവിടെയും നമുക്ക് ഈ വേദന ഉണ്ടാകേണ്ടതുണ്ട്, അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖവും ഇതുപോലെയുള്ള പ്രയാസങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അത് പലപ്പോഴും നമുക്കുണ്ടാകുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയോ ഒരു പഞ്ചായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ലോകത്ത് എവിടെയും ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ദുഃഖിക്കുക എന്നതാണ്, അതിൽ അവന് വേദനയുണ്ടാവുക എന്നതാണ് ഇസ്ലാമിന്റെ ആശയം എന്ന് പറയുന്നത്, ആദർശം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി അവന് മാറാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേ അവസരത്തിലാണ് ഫലസ്തീനികൾ ഇതേ അവസ്ഥയാണ് കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീടില്ല, കുടുംബമില്ല, മക്കള് ഇല്ല, യതീമീങ്ങളാക്കപ്പെട്ട മക്കൾ, പിതാക്കന്മാര്, മാതാവില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളായ ഒരുപാട് ആളുകളെ മനുഷ്യ ക്രൂരതകൾക്ക് മുമ്പിലാണ്. ഇത് പ്രകൃതിയുടെ ക്രൂരതയാണ് പറയുന്നത് എങ്കിൽ അവിടെ മനുഷ്യന്റെ ക്രൂരതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മക്കളെ കാണുമ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു മനുഷ്യത്വം തോന്നേണ്ടതുണ്ട്. ആ മക്കളെ, ആ സമൂഹത്തെ കാണുമ്പോഴും നമുക്ക് മനുഷ്യത്വം ഉണ്ടാകേണ്ടതുണ്ട്. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളുടെ മനുഷ്യത്വങ്ങളൊക്കെ എന്ന് പറയുന്നത് അരികുവൽക്കരിക്കപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ണീരുണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ കണ്ണീരുണ്ടാകുന്നില്ല. അതുണ്ടാകാൻ പാടില്ല, അതുണ്ടാകാൻ പാടില്ല. രാജ്യം അതിന്റെ 77ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കാൻ പോവുകയാണ് അടുത്ത വ്യാഴാഴ്ച. രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയിൽ ഒരുപാട് വ്യത്യാസങ്ങളും മാറ്റത്തിരുത്തലുകളും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. നമുക്കറിയാം, സമുദായത്തിന്റെ മുൻഗാമികൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ളവരും ഒരുപാട് പള്ളിക്കും അതുമല്ലാത്തതുമായ വഖഫ് സ്വത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലകൾക്കും മറ്റുമൊക്കെയായിട്ട്. അതിലൊക്കെ കൈകടത്തലുകൾ ഉണ്ടാക്കിയിട്ട്, അതിലൊക്കെ കൈകടത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ അത് പിടിച്ചെടുക്കാമെന്ന ചിന്തയിലേക്കാണ് ഭരണകൂടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത രാജ്യമാകുന്ന ബംഗ്ലാദേശിൽ ഏകാധിപത്യത്തിലേക്ക് ഒരു ഒരു ഭരണാധികാരി പോകുമ്പോൾ, ജനങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ആ ഭരണാധികാരിയെ എങ്ങനെയാണ് സമൂഹം പുറത്താക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. ആ രാജ്യത്ത് നിന്ന് രാജ്യരാമാനം അവർ രക്ഷപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ നിൽക്കുകയാണ്. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ചോദ്യചിഹ്നമായി വരുന്നു, എപ്പോഴാണ് അവർ ഇന്ത്യ പുറത്താക്കുക, എപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് അവർ പോവുക എന്ന ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട്, ഒരു ആഴ്ച കൊണ്ട് അവരുടെ അധികാരം നഷ്ടപ്പെട്ട് സ്വന്തം രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നത് അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയാണ്, പുതുതലമുറകളാണെന്നത് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഏതാ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഏത് ഭരണാധികാരി ഏത് അധികാരത്തിലിരിക്കുമ്പോഴും വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത്, പുതിയ തലമുറ എന്ന് പറയുന്നത്, അവർ പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ അവർ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യവുമായി നാട്ടിലേക്ക് ഇറങ്ങിയാൽ, തെരുവിലേക്ക് ഇറങ്ങിയാൽ അധികാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മുടെ അയൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യമാക്കപ്പെട്ട 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതേ സമയത്ത് പാകിസ്ഥാൻ ആവുകയും പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവുകയും ചെയ്തൊരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഞാനെല്ലാം ചേർത്ത് വായിച്ച് പറയുന്നത്. ഒരു സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ, കേരളത്തിൽ ഒരു സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഏതിനെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുമോ എങ്കിൽ, നമ്മുടെ രാജ്യം ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനെയും ഒന്നിച്ചു നിന്നുകൊണ്ട് ശത്രുവിനെതിരെ പോരാടിയപ്പോഴാണ് നമുക്ക് അവരെ പരാജയപ്പെടുത്തുവാനും രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുവാനും രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കുവാനും കഴിഞ്ഞതെങ്കിൽ, നമ്മുടെ ഇടയിൽ എപ്പോൾ ഛിദ്രതയുണ്ടാകുന്നോ, നമ്മുടെ ഇടയിൽ എപ്പോഴൊക്കെ വിള്ളലുകൾ ഉണ്ടാകുന്നു, അന്നൊക്കെ നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തപ്പെടുമെന്നതിൽ ഈ ആഴ്ചത്തെ ഈ സംഭവങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി നല്ലതുപോലെ പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.